ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സയുണ്ടോ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് ലക്ഷണം? ഇത് പലപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ബ്രസ്റ്റ് ക്യാൻസറിന് ചിലപ്പോൾ ബ്രസ്റ്റിൽ വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ നിപ്പിളിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവാം, അവിടുത്തെ സ്കിന്നിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ചെറിയ ചെറിയ മുഴകൾ ഉണ്ടായെന്നിരിക്കും. ചിലപ്പോൾ ചില മുഴകൾ ഉണ്ടാകുന്നത് കക്ഷത്തായിരിക്കാം, ആംബിറ്റിൽ. അപ്പോൾ ഇങ്ങനെ നിപ്പിൾ വഴി ചിലപ്പോൾ ബ്ലഡി ഡിസ്ചാർജ് ചിലപ്പോൾ വന്നെന്നിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളാണ്, പല ലക്ഷണങ്ങളാണ് പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയോ, ഉടനെ തന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ ഒരു മാമോഗ്രാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ലംബിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒരു ധാരണയുണ്ടാകും. അങ്ങനെ ചികിത്സ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകണം. അതല്ല ഈ ഭയപ്പെട്ടിട്ട് നിങ്ങൾക്ക് പ്രിവെൻഷൻ എന്ന നിലയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ, സിറിനം അല്ലെങ്കിൽ കാർസിനോസിൻ, കൊനിയം മാക്കോഫൈറ്റിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. ഇനി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പോലും കാർബോ അനിമാലിസോ അല്ലെങ്കിൽ തൂജ, മെഡോറിനം, അതല്ലെങ്കിൽ സ്ക്രോഫിലേറിയ നൊഡോസ, ഇങ്ങനെയുള്ള മരുന്നുകൾ വളരെ ഫലപ്രാപ്തി കാണിച്ചിട്ടുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്ന പക്ഷം ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാനോ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ല കൂടുതൽ അഡ്വാൻസ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു സർജറിക്ക് ശേഷം തീർച്ചയായിട്ടും ഹോമിയോ മരുന്ന് കഴിച്ചാൽ കൂടുതൽ വ്യാപിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാനും സാധിക്കും. അപ്പോൾ ഇത്രയും ആണ് ഹോമിയോപ്പതിയുടെ ഒരു സാധ്യത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്.